വെൽക്കം ടു ദ ട്യൂഷൻ ക്ലാസ്. ഇന്ന് നവോദയ സൈനിക് സ്കൂൾ സെലക്ഷൻ ടെസ്റ്റില്ലാത്ത റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസ് അതിൻ്റെ തുടർച്ചയായിട്ടുള്ളൊരു ക്ലാസ്സാണ്. ഇന്ന് ഞാനിവിടെ 3 കണക്കുകളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനായിട്ട് പോകുന്നത്. ക്വസ്റ്റ്യൻ വായിക്കാം. ദ ടേബിൾ 2.7 meters ലോങ് ആൻഡ് 1.2 meters ബ്രോഡ്. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. അപ്പോൾ ലോങ് എന്ന് പറഞ്ഞാൽ ലെങ്ത് എന്ന് അതിൻ്റെ അർത്ഥം. ലോങ് എന്ന് പറഞ്ഞാൽ ലെങ്ത് എന്നാണ് ഇവിടെ കണക്കാക്കേണ്ടത്. പിന്നെ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ മീറ്റർ, ബ്രോഡ് എന്ന് പറഞ്ഞാൽ അത് ബ്രെഡ്ത്തുമാണ്. അപ്പോൾ ബ്രെഡ്ത്തിൻ്റെ ലെങ്തിൻ്റെ പ്രൊപ്പോർഷനാണ് അല്ലെങ്കിൽ റേഷ്യോ ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ലെങ്തിൻ്റെ ബ്രെഡ്ത്തിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കണം. അപ്പോൾ ലെങ്തിൻ്റെ ബ്രെഡ്ത്തിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാൻ ഇവിടെ നമുക്ക് ഡെസിമലിലാണ് തന്നിരിക്കുന്നത് റേഷ്യോ of length and the ratio of length and breadth. Length to breadth. The ratio of length to breadth is equal to the ratio of length to breadth. അപ്പോൾ ഇവിടെ ലെങ്ത് ബ്രെഡ്ത്ത് നമുക്ക് തന്നിട്ടുണ്ട്. ഇതേ ലെങ്ത് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 2.7 meter, ബ്രെഡ്ത്ത് 1.2 meter. അപ്പം 2.7 is to 1.2. അപ്പോൾ നമുക്ക് ഡെസിമൽ അങ്ങോട്ട് മാറ്റാം. 27 is to 12 എന്ന് എടുക്കാം. കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ മാറ്റി ഇടുന്നത്. ഇനി 27ൻ്റെയും 12ൻ്റെ HCF കാണണം. 27, 12. അത് കോമൺ ആയിട്ട് ഏതാ പോകുന്നത് നോക്കാം. 3 പോകും. 3 9s are 27, 3 4s are 12. അപ്പോൾ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. 27നെ അതിൻ്റെ HCF കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ 27 ഡിവൈഡഡ് ബൈ 3. 27നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടുമെന്ന് നോക്കുക. 27 ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു 9. ദെൻ ഇനി അടുത്തത് 12 ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു 4 എന്ന് വരും. അപ്പോൾ ഇവിടെ റേഷ്യോ ഈസ് ഈക്വൽ ടു 9:4. റേഷ്യോ 9:4 വരും ഇവിടെ റേഷ്യോ. ഇനി അടുത്തത് എ ബിസിനസ്. ഇന്ന ബിസിനസ് ദ പ്രോഫിറ്റ് ഈസ് ഡിവൈഡ് എമംഗ് 3 persons. 3 പേർക്ക് ABC എന്നുള്ള 3 പേർക്ക് ഇതാ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുക. എയ്ക്ക് 2000 കിട്ടി, ബിക്ക് 3000 കിട്ടി, സിക്ക് 4500 കിട്ടി. അപ്പം നമുക്ക് ഇവിടെ റേഷ്യോ കാണണം. റേഷ്യോ ബിറ്റ്വീൻ എ, ബി ആൻഡ് സി. എയുടെയും ബിയുടെയും സിയുടെയും ഇടയിലുള്ള റേഷ്യോ കാണണം. ദാറ്റ് ഈസ് A:B:C ഈസ് ഈക്വൽ ടു അവർക്ക് ഓരോരുത്തരും കൊടുത്ത തുക എവിടെ എഴുതിയാൽ മതി. 2:3000 4500. ഇതിനെ രണ്ടിന് നമുക്ക് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇപ്പം 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ ഫസ്റ്റ് നമുക്ക് ഇതിനെ ചെറുതാക്കി എടുക്കണം. അപ്പോൾ അതുകൊണ്ട് 0യിലാണ് ഇത് അവസാനിക്കുന്നത്. അതുകൊണ്ട് 100ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരും. അപ്പോൾ ഡിവൈഡഡ് ബൈ 100. അപ്പോൾ 2000നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ബൈ 100. 2 0 ഇവിടെ മുകളിൽ 2 0 വെട്ടാം. ബാക്കി 20 വരും. 3000 ഡിവൈഡഡ് ബൈ 100 ഇതുണ്ട്. അപ്പോൾ ഇനി 4500-ൽ 2 0 ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞത് കേട്ടോ. 100 അതിൻ്റെ ഇവിടെ ഇതിൻ്റെ HCF 100 ആയിട്ട് വരും. ഇനി നമുക്ക് 20:30:45 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ കണ്ടുപിടിക്കാതെ നമുക്കറിയാം 5 ആണെന്ന് അറിയാമെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് എടുത്തേക്കാം. 20, 30, 45ൻ്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ 5 ആണ്. അതിനകത്ത് പോകുന്നത് 4 5 20, 6 5 are 30, 9. അപ്പം ഇവിടെ HCF എന്ന് പറയുന്നത് 5. അപ്പം ഇതിനെ 3നെ എന്ത് ചെയ്യണം? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം 20 ഡിവൈഡഡ് ബൈ 5 ഈസ് ഈക്വൽ ടു 4. ദെൻ 30 ഡിവൈഡഡ് ബൈ 5 ഈസ് ഈക്വൽ ടു 6. 45 ഡിവൈഡഡ് ബൈ 5 ഈസ് ഈക്വൽ ടു 9 വരും. ഇനി അപ്പോൾ ഇവിടെ റേഷ്യോ എത്രയാണ്? 4:5, 6:9. റേഷ്യോ ഈസ് ഈക്വൽ ടു
4:6:9 വരും റേഷ്യോ. ഇനി ഒന്നുകൂടി ചെയ്യാം. ഇനി ദ കോസ്റ്റ് ഓഫ് 7 ചെയേഴ്സ് ഈക്വൽ ടു ദ കോസ്റ്റ് ഓഫ് 2 ടേബിൾസ്. അത് നമുക്കൊരു കണ്ടീഷൻ തന്നിരിക്കുക. കോസ്റ്റ് ഓഫ് 7 ചെയേഴ്സ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് 2 ടേബിൾസ് നമുക്ക് തന്നിട്ടുണ്ട്. 2 ടേബിളിൻ്റെ വിലയ്ക്ക് തുല്യമാണ് 7 ചെയറിൻ്റെ വില. ഒരു ടേബിളിൻ്റെ വില തന്നിട്ടുണ്ട് നമുക്ക്. കോസ്റ്റ് ഓഫ് 1 ടേബിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ടേബിളിൻ്റെ വില നമുക്ക് തന്നത് വെച്ചോണ്ട് നമുക്ക് 2 ടേബിളിൻ്റെ വില കാണാമല്ലോ. 1050. അപ്പോൾ കോസ്റ്റ് ഓഫ് 2 ടേബിൾസ് ഇത് വെച്ച് കണ്ടുപിടിക്കണം. കോസ്റ്റ് ഓഫ് 2 ടേബിൾസ് ഈസ് ഈക്വൽ ടു 1050 ഇൻറ്റു 2. 1050 2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 2100 കിട്ടും. അപ്പം ഈ 7 ചെയറിൻ്റെ വില എത്രയാണ്? 2 ടേബിളിന് തുല്യമാണ്. അപ്പോൾ 2 ടേബിളിൻ്റെ വില നമുക്ക് കിട്ടി 2100. ഇനി കോസ്റ്റ് ഓഫ് 1 ടേബിൾ കാണാൻ എന്ത് ചെയ്യണം? കോസ്റ്റ് ഓഫ് 7 ടേബിൾസ് നമുക്ക് ഇതിന് തന്നിട്ടുണ്ട്. ഇപ്പോൾ കോസ്റ്റ് ഓഫ് 7 ടേബിൾസ് ഇവിടെ എത്ര വരും? കോസ്റ്റ് ഓഫ് 7 ചെയേഴ്സ് കോസ്റ്റ് ഓഫ് 7 ചെയേഴ്സ് ഈസ് ഈക്വൽ ടു 2100. നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുള്ളതുകൊണ്ട് തന്നിട്ടുണ്ട് അതുകൊണ്ടാണ്. ഇനി ഇപ്പോൾ കോസ്റ്റ് ഓഫ് 1 ചെയർ കാണാൻ കോസ്റ്റ് ഓഫ് 1 ചെയർ ഈസ് ഈക്വൽ ടു 2100 ഡിവൈഡഡ് ബൈ 7. അതിനെങ്ങനെ വേണമെങ്കിൽ നമുക്ക് എഴുതാൻ? 2100 ഡിവൈഡഡ് ബൈ 7. അപ്പോൾ എത്ര കിട്ടും? ഇതാ ഡിവിഷൻ അറിയത്തില്ലാത്തതൊന്നുകൂടെ ശ്രദ്ധിക്കുക. 7 21ൽ എത്ര 7 ഉണ്ടെന്ന് നോക്കാം. 3 7s are 21. 2 0 ഇങ്ങോട്ട് മുകളിലോട്ട് കയറ്റി എഴുതാം. കട്ട് ചെയ്താലും അത് തന്നെ കിട്ടും. ഇതുണ്ടോ 300. അപ്പോൾ ഈസ് ഈക്വൽ ടു ഒരു ചെയറിൻ്റെ വില 300 രൂപയെന്ന് കിട്ടും. അപ്പോൾ ഇത് വീണ്ടും 3 ക്വസ്റ്റിനേ ഉള്ളൂ. വീണ്ടും ചെയ്ത് പഠിക്കുക. ചെയ്ത് കൃത്യസ്ഥമാക്കുക. നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട്